ഹായ് മക്കളെ, പരീക്ഷാകാലമൊക്കെ വരാൻ പോവുകയാണല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് ആ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് നമുക്ക് മാത്തമാറ്റിക്സിന്റെ 20 മാർക്ക് അടിപൊളിയായിട്ട് നേടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ എക്സാം വരെയും നിങ്ങൾക്ക് ഇത്തരം സെഷനുകൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ചോദ്യം നോക്കടാ. പൊതുവ്യത്യാസം 6 സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങളിത് ചെയ്തത് n-ാം പദം വെച്ചിട്ടായിരിക്കും, പക്ഷേ ഒറ്റയടിക്ക് ഇത് ചെയ്യാനൊരു സൂത്രവാക്യമുണ്ട്. n-ാം പദം നമുക്കറിയാം an = a + n - 1 × d എന്നതാണ്. ഇവിടെ ഞാൻ പറയട്ടെ, 7ാം പദം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 52. 7th ടേം എന്ന് പറയുന്നത് 52 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ 16th ടേം കാണാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ഒറ്റയടിക്ക് എഴുതാം. അതെങ്ങനെയാണെന്നുള്ളതൊരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഒരു ചോദ്യത്തിൽ സെക്കൻഡ് ടേം 2ാം പദം തന്നിട്ടുണ്ട്, 5ാം പദം അറിയണം. ഈ 2ാം പദത്തിൽ നിന്നും 5ാം പദത്തിലേക്ക് എത്താൻ എത്ര തവണ കോമൺ ഡിഫറൻസ് വരണം? 3 തവണ കോമൺ ഡിഫറൻസ് വരണം. അതായത് 2ാം പദത്തിൻ്റെ കൂടെ 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 5ാം പദത്തിലെത്തും. ഈ 2ഉം ഈ 3ഉം കൂടെ കൂട്ടിയാൽ ഈ 5-ലെത്തില്ലേ? അപ്പം 16ാം പദം കാണാൻ വേണ്ടി 7ാം പദത്തിൻ്റെ കൂടെ 16 - 7 എത്രയാണ്? 9. ആ 9 × d ചെയ്താൽ മതി. 16ാം പദം എന്ന് പറയുന്നത് 7ാം പദത്തിൻ്റെ കൂടെ 9 × d ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 7ാം പദം 52 ആണ്, പ്ലസ് 9 × പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ്. അപ്പം 52 + 54 എന്ന് വരും. അതായത് 106 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി എന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെങ്കിൽ ഇതുപോലെയുള്ള സെഷനുകൾ വേണമെങ്കിൽ വേണം എന്നൊന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ് വിത്ത് സൂപ്പർ നോട്ട്സ്. ടാറ്റാ.